പണ്ടൊക്കെ നമ്മളെ നാട്ടില് ഒരു കോമാങ്ങ ഉളർ ഇങ്ങനത്തെ കുറച്ച് നാട്ടുമാവുകളാണ് കൂടുതൽ എല്ലാവരും നമ്മളൊക്കെ ചെറുപ്പത്തിൽ കഴിച്ചു വളർന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഈ പല രാജ്യങ്ങളുടെ മാവുകൾ എന്ത് ചെയ്യാണ് നമ്മളെ നാട്ടിൻപുറങ്ങൾ കീഴടക്കി. അങ്ങനെയാണെങ്കിൽ ഒരു 10 നല്ല ഇനം മാവുകൾ നമുക്ക് വെക്കാൻ പറ്റിയെന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ പറയും? നമുക്ക് അതിൽ ഏറ്റവും നല്ലത് വിദേശത്ത് നിന്ന് ഇവിടെ വന്ന് പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് വെറൈറ്റികൾ പറയാം. കുറെ വെറൈറ്റി നമ്മൾ കളക്ഷൻ ആയിട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ജനങ്ങളിലേക്ക് എത്താനൊക്കെ അത് ഒരുപാട് സമയം എടുക്കും. ഇപ്പൊ ഇവിടെ കോമൺലി പോപ്പുലർ ആയിട്ടുള്ള വെറൈറ്റി നാംഡോക്ക് മായി, കിങ് ഓഫ് ഷക്കാപ്പത്ത്, സൂപ്പർ ക്യൂൻ, കാറ്റിമാൻ, ഹർമാനിസ് പോപ്പുലർ ആവുന്നേ ഉള്ളൂ. ഇങ്ങനത്തെ വെറൈറ്റി ആണ് ഇപ്പൊ ഇവിടെ പോപ്പുലർ ആയിട്ടുള്ള വെറൈറ്റി. ഇപ്പോ മറ്റേ ഈ റെഡ് ഡ്രാഗൺ, റെഡ് ഐവറി. അപ്പൊ അതില് ഇപ്പൊ നാംഡോക്ക് മൈ നല്ല സ്വീറ്റ് ആണ്, കാണാൻ നല്ല ഭംഗിയാണ്, നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. പക്ഷെ നിലത്ത് വെക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട്, 5-6 ഇയേഴ്സ് കഴിയുന്നുണ്ട്. പക്ഷെ ഫ്ലേവർ നല്ല കുറവുണ്ട്, നമുക്ക് ഫ്ലേവർ കുറവുണ്ട്. പക്ഷെ നേരെ തിരിച്ച് നമ്മുടെ ബനാന മഹാചാനക് എന്ന് പറയുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്, റെഡ് ഷെയ്ഡ് കയറി വരുന്നുണ്ട്, അത്യാവശ്യം നല്ല ഫ്ലേവർ ഉണ്ട്, സ്വീറ്റ് ആണ്. പക്ഷെ അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ നാംഡോക്ക് മൈഡ് അത്ര സ്വീറ്റ് അല്ല. ഒരു 18-20 ഉള്ളിൽ ബ്രിക്സ് വരുന്നത്. മഴ കൂടുതലുള്ള ഏരിയയിൽ അതിന്റെ മഴ പെയ്ത് കഴിഞ്ഞാൽ സ്വീറ്റ്നെസ് ഡ്രെയിൻ ഔട്ട് ആവുന്നുണ്ട്. ഈ നേരത്തെ കായ്ക്കുന്ന ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ ഏതായിരിക്കും വരിക? കുറച്ചൊരു മാർച്ച് കാരണം എന്താ വെച്ചാൽ മഴ തുടങ്ങി കഴിഞ്ഞാൽ ഓൾറെഡി മാങ്ങന്റെ ഒക്കെ ഫ്ലേവർ ചെറിയ മാറ്റങ്ങൾ നാംഡോക്ക് മൈ ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ കണ്ടതും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് നാംഡോക്ക് മൈ. അതില് ഗോൾഡ്, യെല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പല ഇതും ഉണ്ട്. പക്ഷെ അതിന്റെ ടേസ്റ്റ് ഓവർ ഹൈപ്പ് കൊടുത്ത് ഓവർ ഹൈപ്ഡ് ആണ്. ഇറ്റ്സ് എ ഗുഡ് മാംഗോ മോശം ഒന്നുമല്ല. പക്ഷെ മാംഗോ നല്ലതാണ്, മാവ് നല്ലതാണ്. അതായത് മാവ് പൊതുവെ നല്ല വളർച്ചയുണ്ട്, കേടൊന്നുമില്ല. കാര്യമായിട്ട് ഒരു കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ നമ്മളൊരു ആസ് എ മാംഗോ ലവർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ടേസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് ഫ്ലേവർ ഇല്ല എന്നുള്ളൊരു സത്യമാണ്. പക്ഷെ ഇല്ലാന്ന് പറയുമ്പോൾ വളരെ കുറവ്.